ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ്സിനെ പറ്റിയിട്ടാണ്. കിസാൻ എന്ന് പറഞ്ഞാൽ ഫാർമേഴ്സ് എന്നാണ് അർത്ഥം. സോ കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് മെയിൻലി ഫോർ ഫാർമേഴ്സിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫാമിംഗ് ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പർപ്പസ് ആയിട്ടും അതിൻ്റെ അലൈഡ് ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടാണ് നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഫാർമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഫാമിംഗ് ആക്ടിവിറ്റിയിൽ നമുക്കറിയാം കുറേ അധികം എക്സ്പെൻസസ് വരുന്നുണ്ട്. ഇപ്പോൾ പ്ലഫിംഗ് ടൂൾസിനും മെഷീനറിക്കും സീഡിനും ഫെർട്ടിലൈസേഴ്സ് പെസ്റ്റിസൈഡ്സ് അങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾ ഫാമിംഗ് മേഖലയിലേക്ക് വരുന്നുണ്ട്. സോ അതിലൊക്കെ നമുക്ക് എങ്ങനെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാം, അതിൽ എങ്ങനെ ഈ പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഹെൽപ്പ് ചെയ്യും, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെ നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് കിട്ടും, എവിടെ നിന്ന് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് കിട്ടും, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, എങ്ങനെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് എന്നുള്ളൊരു സ്കീം കൊണ്ടുവന്നത്. സോ ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. KCC Kisan Credit Cards introduced in August 1999 by Indian Bank. This model was prepared by NABARD on the recommendations of R.V. Gupta Committee to provide term loans for agricultural needs. Objective: to meet the comprehensive credit requirements of the agricultural sector and provide financial support to farmers, animal husbandry and fisheries. Participating institutions: regional rural banks, commercial banks and state cooperative banks. Eligibility: farmers, individuals or joint borrowers who are owner cultivators, tenant farmers, sharecroppers and oral lessees. Self-help groups or joint liability groups of farmers, which include tenant farmers and sharecropper, etc. Types of credit: cash credit and term credit for all allied activities like land development, irrigation, etc. Scheme provides short-term credit limits and term loans. ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്താണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. സോ കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓഗസ്റ്റ് 1999 ബൈ ഇന്ത്യൻ ബാങ്ക്സ് അണ്ടർ ദി റെക്കമെൻഡേഷൻസ് ഓഫ് R.V. ഗുപ്ത കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറിനും അതുപോലെ തന്നെ ഫാമേഴ്സിനും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട്, അവരുടെ ഒരു ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കീം കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് എന്നുള്ള സ്കീം കൊണ്ടുവന്നത്. ഇതിലെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് മെയിൻലി ബാങ്കാണ്. റീജിയണൽ റൂറൽ ബാങ്കുകളുണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കുകളുണ്ട്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. നമ്മുടെ SBI, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതെല്ലാം ഈ പറയുന്ന KCC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ എലിജിബിലിറ്റി മെയിൻലി ഫാർമേഴ്സിനാണ്. സോ ഒരു ഫാർമറിന് മാത്രമേ ഈ പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ക്രെഡിറ്റും ടേം ക്രെഡിറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ സ്കീം പ്രൊവൈഡ്സ് ഷോർട്ട് ടേം ക്രെഡിറ്റ് ലിമിറ്റ് ആൻഡ് ടേം ലോൺസ്. കമ്മിങ് ടു ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. Farmers in India often depend on non-institutional and informal source of credit so that they can buy the farm inputs. Many of them are not even part of the domain of formal banking. As a result, they end up paying a lot more as interest to the money lenders. This creates a vicious web of debt for the farmers, who find it hard to pay off the same to the lender. To tackle the same, a Kisan credit card has created so that the farmers are able to meet their cultivation needs on time. Farmers can use the credit to purchase inputs like pesticides, high-yielding variety of seeds, and fertilizers. In addition to this, they can also use the card to withdraw cash as per their need. The maximum tenure of a card is 5 months and later on the cardholder has to renew the card. So coming to the objectives of Kisan credit card. So Kisan credit cardൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വെച്ചാൽ മെയിൻലി ഫാർമേഴ്സിനെ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് നിന്നും പൈസ വാങ്ങുന്നത് തടയുക എന്നുള്ളതാണ്. ബിക്കോസ് മണി ലെൻഡേഴ്സ് എപ്പോഴും ഒരു ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. സോ പിന്നീട് ഒരു കാലത്ത് ഈ പറയുന്ന കർഷകർക്ക് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർക്കത് തിരിച്ച് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സോ അങ്ങനെയുള്ള കേസിൽ എന്ത് പറ്റും, ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ഒരു ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്താൽ പിന്നീട് കർഷകർക്ക് അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരും. അത് കർഷക ആത്മഹത്യ എന്നുള്ള രീതിയിലേക്കൊക്കെ നീങ്ങും. സോ ആ ഒരു കേസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ്സിലൂടെ അവർക്ക് പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ ഹൈ ഈൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ് വിത്തുകളും അതുപോലെ തന്നെ മറ്റ് പ്ലഫിംഗ് ടൂൾസ് എല്ലാ കാര്യങ്ങളും വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഈ കാർഡ് യൂസ് ചെയ്ത് അവർക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനും പറ്റും. ഒരു കാർഡിൻ്റെ മാക്സിമം ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമാണ്. ആ 5 വർഷം കഴിയുമ്പം കാർഡ് ഹോൾഡർ, അതായത് ആരാണോ ആ കാർഡിൻ്റെ ഓണർ, അയാൾ ആ കാർഡ് റിന്യൂ ചെയ്യണം, അതായത് വീണ്ടും പുതുക്കി വേണം യൂസ് ചെയ്യാനായിട്ട്. A Kisan credit card will help the farmers to secure timely credit at reasonable rate of interest in a hassle-free manner.
The farmers won't be required to appear for continuous screening process which is undertaken by banks for giving term loans. A farmer can take maximum advantage of KCC. He will be provided with a passbook which will have his name, credit limit, photograph, validity and details of his land holding one has in his name. The basic idea behind the card is to ensure that farmers in the country are given adequate credit under the single window. സോ ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഫാർമേഴ്സിന് അവർക്കൊരു ടൈംലി ക്രെഡിറ്റ് അവൈലബിൾ ആക്കി കൊടുക്കും, അതും റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ. സോ നോർമൽ ലോൺസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം TDS പ്രൊസീജിയറാണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. അത് കിട്ടിയാൽ തന്നെ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഹൈ ആയിരിക്കും. പക്ഷേ കിസാൻ ക്രെഡിറ്റ് കാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം റേറ്റും വളരെ കുറവാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കുറവാണ്. അതേസമയം തന്നെ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ഇതിനകത്ത് മെയിനായിട്ട് അവർക്കൊരു പാസ്ബുക്ക് കിട്ടും. ആ പാസ്ബുക്കിൽ അവരുടെ പേരും അതുപോലെ തന്നെ ക്രെഡിറ്റ് ലിമിറ്റ്, അവരുടെ ഒരു ഫോട്ടോഗ്രാഫ്, ആ കാർഡിൻ്റെ വാലിഡിറ്റി, അതുപോലെ തന്നെ ഇവരുടെ ലാൻഡ് ഹോൾഡിങ്സ്, അതായത് വസ്തുവകകളുടെ ഒക്കെ ഡീറ്റെയിൽസും അതിൽ ഉണ്ടായിരിക്കും. സോ നമ്മുടെ രാജ്യത്തുള്ള ഫാർമേഴ്സിന് എങ്ങനെ ഒരു ആഡിക്വേറ്റ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് കൊടുക്കാം എന്നുള്ളതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീഡിംഗ് ബാങ്ക്സ് ദാറ്റ് പ്രൊവൈഡ് KCC in India. There are prominent banks in India which provide the farmers a KCC at a reasonable rate of interest. State Bank of India, the leading public sector bank in India, provides KCC to farmers where they are able to meet all their expenses. Bank of India provides a card to eligible farmers who comes under the operational branch. Axis Bank also offers the farmers of a country a KCC so that they can meet their multiple needs related to buying seeds, repairing of farm machinery, and even for their child marriage. ലീഡിംഗ് ബാങ്ക്സ് വിച്ച് പ്രൊവൈഡ്സ് KCC ഇൻ ഇന്ത്യ, അതായത് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ, ആക്സിസ് ബാങ്ക്, റീജിയണൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകൾ, മിക്ക ബാങ്കുകളെല്ലാം തന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ KCC കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ്: കംപ്ലീറ്റ്ലി ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോം, പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി വിച്ച് ക്യാൻ ബി ഐദർ എ പാൻ കാർഡ്, ആധാർ കാർഡ്, voters ID card, driving license or passport. Proof of address which can be voters ID card, Aadhaar card, electricity bill or lease agreement. നമ്മളൊരു കിസാൻ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം തരും. സോ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം. ആൻഡ് ഓൾസോ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അതായത് നമ്മുടെ ആധാർ കാർഡോ പാൻ കാർഡോ വോട്ടേഴ്സ് ID കാർഡോ യൂസ് ചെയ്ത് നമ്മുടെ ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി കാണിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ പ്രൂഫ് ഓഫ് അഡ്രസ്, നമ്മുടെ ആധാർ കാർഡ് തന്നെ ഒരു അഡ്രസ്സിൻ്റെ പ്രൂഫായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. കമ്മിങ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് കിസാൻ ക്രെഡിറ്റ് കാർഡ്സ്. ദി പ്രോസസ് ടു ഡിസ്പേഴ്സ് ക്രെഡിറ്റ് ടു ഫാമേഴ്സ് ഹാസ് ബിക്കം ഈസിയർ ആൻഡ് ഈവൻ ദോസ് ഹു ആർ ഇല്ലിറ്ററേറ്റ് ഹാവ് ബെനിഫിറ്റഡ് ഫോർ ദ സെയിം. Farmers get flexibility in case of repayment of loans. There is a provision to increase the credit limit depending upon the agricultural income. The card holders get the facility of insurance which can provide protection to the notified crops as they are covered under the crop insurance scheme. The rate of interest are comparatively lower when compared to other normal source of credit. കിസാൻ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു നോളജും ഈ പറയുന്ന ലോൺസിനെ പറ്റിയോ അങ്ങനെ ഈ പറയുന്ന ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനെ പറ്റിയോ ഇല്ലാത്ത ഏതൊരാൾക്കും ഈ പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ദേ ആർ ഗെറ്റിംഗ് ഫ്ലെക്സിബിലിറ്റി ഇൻ കേസ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, അതായത് നമ്മൾ ലോൺ തിരിച്ചടയ്ക്കുന്നതിൽ അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. ഒരു ലിമിറ്റഡ് ടൈം ഒക്കെ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ അവരുടെ പ്രൊവിഷൻ അനുസരിച്ച് അവർക്ക് ആ ക്രെഡിറ്റ് ലിമിറ്റ്, അവർക്ക് ഈ അഗ്രികൾച്ചറൽ ഇൻകം അനുസരിച്ച് ഈ പറയുന്ന ക്രെഡിറ്റ് ലിമിറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ കാർഡ് ഹോൾഡർക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്രോപ്പിന് അവർക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകും. സോ ഇൻ കേസ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവരുടെ ആ ക്രോപ്പ്, അവർ ആ ഇൻഷുറൻസ് കൊടുത്തിരിക്കുന്ന ക്രോപ്പ് നഷ്ടപ്പെട്ടാലും അവർക്ക് അതിൻ്റെ പൈസ കിട്ടുന്നതായിരിക്കും. ആൻഡ് മറ്റ് എല്ലാ സോഴ്സ് ഓഫ് ഇതിനനുസരിച്ചും എല്ലാ സോഴ്സ് ഓഫ് ക്രെഡിറ്റിനനുസരിച്ചും ഈ പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. ബെനിഫിറ്റ്സ് ടു പാർട്ടിസിപ്പേറ്ററി ബാങ്ക്സ്. Employees are reduced with their workload as there is no duplication in terms of processing loan papers. The process of documentation and disbursement has been simplified under this scheme. The cost of transaction has been reduced. The scheme has bridged the gap between the bank and the client, that is the farmer, and cemented a very strong relationship. ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ഫാർമേഴ്സിന് മാത്രമല്ല പാർട്ടിസിപ്പേറ്ററി ബാങ്ക്സിനും കിട്ടുന്നുണ്ട്. അവിടെയുള്ള എംപ്ലോയീസിൻ്റെ വർക്ക് ലോഡ് കുറയും, ബിക്കോസ് അവിടെ പേപ്പർ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല.
അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സും എല്ലാം സിംപ്ലിഫൈ ചെയ്യും, കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ കുറയും. അതുമാത്രമല്ല ഈ പറയുന്ന ക്ലയൻറ്റ് നമ്മുടെ ഫാർമേഴ്സും അതുപോലെ തന്നെ ബാങ്കും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും ബിൽഡ് ചെയ്യുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ആപ്ലിക്കേഷൻ. വിസിറ്റ് നിയറസ്റ്റ് ബ്രാഞ്ചസ് ഓഫ് ബാങ്ക്, ഫോർ എക്സാമ്പിൾ SBI, ആക്സിസ് ഓർ അതർ. Contact the officials and ask for a KCC application form. Enter all the details and submit the form with relevant documents and ID proof. The bank, after checking the details, will issue the Kisan credit cards. സോ ഒരു കിസാൻ കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പം SBIയുടെയോ അല്ലെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെയോ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിൽ പോവുക. അവിടെ പോയിട്ട് അവിടെയുള്ള എംപ്ലോയീസിൻ്റെ അടുത്ത് ഒരു KCC കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ചോദിക്കുക. അതിനുശേഷം നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ആ ആപ്ലിക്കേഷൻ ഫോമിൽ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ റെലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ID പ്രൂഫും കൊടുക്കുക. നമ്മുടെ ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, പാൻ കാർഡ്, സോ അത് ഏത് വേണമെങ്കിലും ഒരു ID പ്രൂഫായിട്ട് നമുക്ക് കൊടുക്കാം. ആൻഡ് ആഫ്റ്റർ ചെക്കിംഗ് ദിസ്, അതായത് എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തതിന് ശേഷം ബാങ്ക്സ് എന്ത് ചെയ്യും, അവർ നമുക്ക് ഈ പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഇഷ്യൂ ചെയ്യും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ്. The credit limit can vary from lender to lender. However, financial institution would take into account the type of crop and area on which the crop is growing to be cultivated. Plus, these institutions would also check the income you, being a farmer, are likely to have before ascertaining the limit for you. Farmers can take out a loan of up to rupees 3 lakh and also avail produce marketing loans. Insurance coverage for KCC scheme holders up to rupees 50,000 in case of permanent disability or death. കിസാൻ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ലാക്കിലാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കവറേജ് 50,000 വരുന്നത്. സോ ഈ 3 ലാക്ക് നമുക്ക് വേരി ചെയ്യാം, അതായത് 3 ലാക്ക് ആയിരിക്കാം, 4 ലാക്ക് ആയിരിക്കാം. സോ ഇത് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ വേരി ചെയ്തുകൊണ്ടേയിരിക്കും ബേസ്ഡ് ഓൺ നമ്മുടെ ക്രോപ്പ്, അതായത് നമുക്ക് എത്ര സ്ഥലമുണ്ട്, നമ്മുടെ അഗ്രികൾച്ചറൽ ഏരിയ എത്രയുണ്ട്, അതുപോലെ തന്നെ എന്ത് കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിനെല്ലാം ബേസ് ചെയ്തായിരിക്കും നമുക്ക് ഈ പറയുന്ന ക്രെഡിറ്റ് എമൗണ്ട് കിട്ടുന്നത്. സോ ഇത്രയാണ് നമ്മുടെ കിസാൻ ക്രെഡിറ്റ് കാർഡ്സിനെ പറ്റി പറയാനുള്ളത്. താങ്ക്